കുറച്ച് നാളുകൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ ആളുകൾ സൗത്ത് ഇന്ത്യയിൽ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു നടൻ ജയം രവിയുടെയും ഭാര്യ ആരതിയുടെയും വിവാഹമോചനം. ആ വിവാഹമോചനത്തെ തുടർന്നുള്ള വാർത്തകളെല്ലാം അന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഇരുവരുടെയും വേർപിരിയൽ അങ്ങനെ എല്ലാവരും ഞെട്ടിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ പ്രേക്ഷകരെല്ലാവരും അന്താളിച്ച് നിൽക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീടാണ് ഇവരുടെ വിവാഹമോചന വാർത്ത എല്ലാവരിലേക്കും എത്തിയത് എന്ന് തന്നെ പറയുന്നു. പ്രേക്ഷകരും ഇത് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ജയം രവി തൻ്റെ ഡിവോഴ്സിന് ശേഷം അനുഭവിച്ച യാതനകളെക്കുറിച്ച് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അലറിക്കരിഞ്ഞ് എത്തുകയാണ്. ഞാൻ അഭിനയം നിർത്തുകയാണ് എന്നും ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അഭിനയിക്കുന്നുള്ളൂ എന്നും എനിക്ക് സ്വന്തമായി ഒരു അക്കൗണ്ട് പോലും നേരാവണ്ണം എടുക്കാൻ പറ്റുന്നില്ല എന്നും എൻ്റെ കുട്ടികളെ ഉൾപ്പെടെ എനിക്ക് കാണാൻ പറ്റില്ല എന്നും ഇപ്പോൾ ജയം രവി പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് പറയാം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ രവി മോഹൻ്റെയും പുതിയ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. മുൻ ഭാര്യ ആരതിയുമായുള്ള വിവാഹമോചന നടപടികൾ പൂർണ്ണമായി അവസാനിക്കുന്നതുവരെ തൻ്റെ പുതിയ സിനിമകളൊന്നും ഇനി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ലെന്ന് താരം വ്യക്തമാക്കി. വിവാഹമോചനം നിയമപരമായി ലഭിച്ചതിനു ശേഷം മാത്രമേ തനിക്കിനി ക്യാമറയ്ക്ക് മുന്നിൽ മടങ്ങിയെത്താൻ സാധിക്കൂ എന്നാണ് ജയം രവി പറയുന്നത്. മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടി തന്നെയാണ് ജയം രവി ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെയും തന്നെ എല്ലാവരെയും മാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ തൻ്റെ നിലപാട് ഞാൻ ഇവിടെ അറിയിക്കുകയാണ് എന്നും ജയം രവി പറയുന്നുണ്ട്. അതനുസരിച്ച് തന്നെ എല്ലാവരും പല വാർത്തകളായി തന്നെ ഇത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തില്ല എന്നും താരം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ പുതിയ സിനിമകളൊന്നും ഇനി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ല എന്ന് താരം വ്യക്തമാക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്നും ചോദിക്കുന്നു. വിവാഹമോചനം നിയമപരമായി ലഭിച്ചതിനു ശേഷം മാത്രമേ തനിക്കിനി ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്താൻ കഴിയുകയുള്ളൂ എന്നും അതീവ നിരാശയോടെ രവിമോഹൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു കാലമായി തൻ്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും വ്യക്തിഹത്യകളും തന്നെ വളരെയധികം തളർത്തിയെന്നാണ് താരം തുറന്നു പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് എന്നും ഇപ്പോൾ താൻ സംസാരിക്കുന്നത് എൻ്റെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല, മറിച്ച് എൻ്റെ തികച്ചും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചാണെന്നും പറയുന്നു. എന്നെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്നോട് നേരിട്ട് പകരം വീട്ടാം, ഞാൻ എപ്പോഴും എൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടാകും. ഇതാണ് രവി മോഹൻ വ്യക്തമാക്കുന്നത്. എനിക്ക് എൻ്റെ കുട്ടികളെ കാണാൻ പോലും സമ്മതമില്ല, എനിക്ക് അതിനുള്ള അനുവാദം പോലുമില്ല. ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കവരെ കാണണമെന്ന് ആഗ്രഹമുണ്ടാകില്ലേ? അതുപോലും മനസ്സിലാക്കാതെയാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിനൊക്കെ നിങ്ങൾ എല്ലാവരും പകരം ചോദിക്കും. മുച്ചോട് മുച്ചും മുടിപ്പിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ പുറകെ നിൽക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ കാര്യം കൂടി ഇത്രയും അധികം ശ്രദ്ധാലുവായി നിങ്ങൾ നോക്കുക. എന്താണ് ഞാൻ ഇതിനു മാത്രം തെറ്റ് ചെയ്തത്? ഇതാണ് ഇപ്പോൾ ജയം രവി ചോദിക്കുന്ന ഒരു കാര്യം. തൻ്റെ കൈകൾ കാണിച്ചുകൊണ്ട് താൻ അനുഭവിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.